ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്താണ്ട് എനിക്കൊരു സന്തോഷമില്ലാത്ത ഭാര്യ പണി പോടോ. ഇന്നലെ ഓഫീസിൽ ക്രിസ്മസ് ഫ്രണ്ട് രണ്ടിരുന്ന് പറയുകയും അപ്പൊ ഞാന് എനിക്കിവിടെ രാധികനെ കിട്ടി. അവന്റെ അപ്പൊ ഞാൻ 500 റുപ്യാണ് ഒരു പറഞ്ഞത്. ഞാൻ എന്താക്കി രാധിക ആണല്ലോ, ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ, ഒരു 1500 ഒരു ഗിഫ്റ്റ് വേണം. ഒന്നൊരു അടിപൊളി ചുരിദാറായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയപ്പോ ഭാര്യ പിടിച്ചടോ. അത് എടുത്ത് മാറ്റിട്ട് ഒരു ഓയൽക്കാര് പോയി ഇന്നും പറയണ. ഞാനത് ഓഫീസിൽ കൊണ്ടു കൊടുത്ത് രാധിക എല്ലാരും നമ്മൾ ഒട്ടിക്കും. പിന്നെന്താ നിങ്ങൾക്ക് അറിയാലോ, രാധികയും പോയി നമ്മളെ ഓഫീസിലുണ്ട് ഒരു പരിപാടി. ഞാന് ജാൻസിനെ കിട്ടും വിചാരിച്ചു, നോക്കുമ്പോ കിട്ടിയ സതീശനെ. ഞാനൊരു 1500 റുപ്യന്റെ കിട്ടി, ആരും വാങ്ങി. അതും പോയി. എനിക്ക് കിട്ടിയേക്കണ അടിപൊളിയാണല്ലോ. 5 റുപ്യന്റെ ജീരകം കൊണ്ടായി. എനിക്ക് അമ്മാര് പ്രശ്നമില്ല, കാരണം കൂലിപ്പണിയാണല്ലോ. കോൺക്രീറ്റ് വയ്ക്കുന്നവർക്ക് എന്ത് ക്രിസ്മസ് ബംഗാളികളുണ്ടല്ലോ കൊറേ. എടാ ഈ പോട്ടെ, ഒരു 300 റുപ്യ തന്നെ. അതിനാ ഇന്നലെ കരവെള്ളം ഫുള്ള് തെണ്ടിയാണല്ലോ. 1 മണിക്കാ ഭയം വന്നു. ഏടാ ഇന്നലെ പൈസ പറയിപ്പിക്കണ്ടേ. ഇതിന് വാടക എത്ര അറിയോ? 1500 റുപ്യ. എനിക്ക് കിട്ടിയ എത്രയാ? 1200 റുപ്യ. 12 ആകും. ഞങ്ങൾ ചായ കുടിച്ചപ്പോഴത്തേ പൈസ ഇല്ല. ഇനിയിപ്പോ വാടകയ്ക്ക് കൊടുക്കണോ, ഇല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് അവിടെ കിട്ടൂല, പിടിച്ചിരിക്കുക. ഞാൻ വിചാരിച്ച എങ്ങനെയാണ്ടാ കിട്ടുക? ഞങ്ങളിങ്ങനെ പോകുമ്പോ ലൈറ്റ് ഉണ്ടാവും, ഒച്ച കേൾക്കുമ്പോ ലൈറ്റ് ഓഫ് ആയി. ഒരു വീട്ടിൽ പോയിട്ട് പോണ 1/2 മണിക്കൂർ നേരം അപ്പൂപ്പല അവിടെ കഴിച്ചു കിട്ടുന്നതിന് വിചാരിച്ചു. അലിച്ച് കഴിയുമ്പോ 30 പറയാ മോള് വന്നിരിക്കുന്നത്, മോൻ കണ്ടില്ല, താഴത്ത് ഇറങ്ങിട്ട് ഒന്നും കൂടി കളിച്ചു. ഞാൻ അടിച്ചു പൊളിച്ച് പിന്നെയും കളിച്ചു കൊടുത്ത്. എത്ര കിട്ടിയേക്ക്? 10 റുപ്യ. 6 മുട്ടായി പൊട്ടിക്കണോ ഞാൻ? 4 റുപ്യ കിട്ടി. 100 റുപ്യ കേട്ടോ. നീ മേലാല് ഞാനില്ല മോനെ പരിപാടിക്ക്. അപ്പൊ ഈ ഹാപ്പി ആയിക്കണോ?